വിമ്മിഷ്ടം. ഇപ്പം ശരിയായി പറഞ്ഞില്ലേ. ചില നേരത്ത് കുക്കർ ഇങ്ങനെ സിസ്ന്ന് പറഞ്ഞ് നിൽക്കും. ഒരു അരമണിക്കൂർ പാവത്തിന് സീറ്റി അടിക്കാൻ പറ്റാണ്ട ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു കുക്കറിൻ്റെ സീറ്റിയുമ്പോൾ ഒരു തട്ട് തട്ടി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സീറ്റി അടിക്കും. ഞാൻ വിചാരിച്ചു ഈവനിങ് വ്ളോഗ് കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോർണിംഗ് വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇഷിക്ക ഒരു മിനിറ്റ് മിണ്ടാണ്ടിരിക്കുമോ, ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഹെയർ ഓയിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് റെക്കോർഡ് ചെയ്യണതിൽ സമയം പോയിട്ടോ. കുറമ വെന്ത് സീറ്റി വരാൻ കാത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു വെളിച്ചാമ്പലത്തെ ബാക്കി വന്ന പോഹ എണ്ണയുടെ അഭിഷേകമാണ് കേട്ടോ. കണ്ട മുടി എൻ്റെ മിന്നണത് കണ്ട, തലയിൽ മുഴുവൻ എണ്ണ തേച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് ഞാൻ അധികം എണ്ണ ഡെയിലി തേക്കാത്തത്. എണ്ണ തേച്ചാൽ ഇങ്ങനെ മുടിയിൽ ഒരു എണ്ണമയമായിട്ടിരിക്കും ഫുൾ ഡേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ജിമ്മിൻ്റെ ഹൗ ഐ ഓയിൽ മൈ ഹെയർ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ചെയ്ത് വെച്ചിരിക്കണം. ഇനി രാത്രി വാഷ് ചെയ്യും, അല്ലെങ്കിൽ മോർണിംഗിൽ വാഷ് ചെയ്ത് കളയും കേട്ടോ. നന്നായി പിടിക്കട്ടെ തലയിലേക്ക്. അപ്പോൾ അതേ പോഹ, ഞാൻ ഡിലീഷ്യസ് പോഹ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ പോയിട്ട് പോഹ അല്ലെങ്കിൽ ചിടുവ പോഹ എന്ന് എഴുതിയാൽ മതി. POH പോഹ റെസിപ്പി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ മാക്സിമം ഉണ്ടാക്കാം കേട്ടോ. മാഗി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് പോഹയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ആൻഡ് കഴിച്ചു നോക്കുക. ഐ സ്വെയർ ഈ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ കപ്പലണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ പോഹയൊക്കെ കഴിച്ചു. കണ്ടില്ലേ എൻ്റെ മുടി ഓയിൽ ചെയ്താൽ അതിങ്ങനെ ഇരിക്കും കേട്ടോ. പലരും കണ്ടിട്ടില്ലല്ലോ ഓയിൽ ചെയ്തിട്ട്. കുറേ പേര് ചോദിക്കട്ടോ ഓയിൽ ചെയ്തിട്ട് മുടി കണ്ടിട്ടില്ലേ. അപ്പോൾ മുടി ഓയിൽ ചെയ്താൽ അതിങ്ങനെ തിളങ്ങിയിരിക്കും. ഇതാണ് ഹെയർ കെയർ. ടീക്കേ ഓക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ കുക്കറിൻ്റെ ശബ്ദം കേൾക്കും. അത് എൻ്റെ രാജ്മ വെന്തോണ്ടിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഉച്ചയ്ക്ക് ഞാനും മോളും പോഹ കഴിച്ചു. ഇനി വൈകിട്ട് ഈ രാജ്മ വൈകിട്ട് യൂസ് ചെയ്യും കേട്ടോ. ആവോ ഇതിനൊരു വിമ്മിഷ്ടം. ഇപ്പം ശരിയായി പറഞ്ഞില്ലേ. ചില നേരത്ത് കുക്കർ ഇങ്ങനെ സിസ്ന്ന് പറഞ്ഞ് നിൽക്കും. ഒരു അരമണിക്കൂർ പാവത്തിന് സീറ്റി അടിക്കാൻ പറ്റാണ്ട ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു കുക്കറിൻ്റെ സീറ്റിയുമ്പോൾ ഒരു തട്ട് തട്ടി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സീറ്റി അടിക്കും. അവൻ്റെ കുക്കറിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കും. ഈവനിങ് ഒരു ആഫ്റ്റർനൂൺ ടൈമിലത്തെ ഇതൊരു 2-2:30. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, വെതർ ഒക്കെ കണ്ടോളൂ. അത്ര അങ്ങോട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കണില്ല, എന്നാൽ സൂര്യൻ ഇല്ല ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഉറപ്പാണ്. ഉദിച്ച് നിൽക്കണില്ലെങ്കിലും സൂര്യൻ ഉദിച്ച് നിൽക്കണില്ലെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എനിക്ക് സൂര്യനെ കാണാനില്ല. ഇതിൻ്റെ അത് എവിടെയാണ് തോന്നുന്നുണ്ട്. ഏതായാലും അത്ര പവർഫുൾ അല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇനി പുറത്തിറങ്ങി നോക്കിയിട്ടില്ലല്ലോ. ഞാൻ ഈ ബാൽക്കണിയിൽ നിന്നിട്ട് ഒക്കെ പറയണേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. രാജ്മ റെഡി, ചോറ് റെഡി. ഇനി വൈകുന്നേരം വേറെ അധികം പണിയൊന്നുമില്ല. പറ്റിങ്ങ ഹെയർ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ മോർണിംഗിൽ ഹെയർ വാഷ് ചെയ്യും. അതിൻ്റെയും വീഡിയോ ഒക്കെ എടുക്കണം. അങ്ങനെ പോണു. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ റൂമിൽ പോവാം. സ്നോയി എന്താ ചെയ്യണമെന്നൊന്ന് നോക്കാം കേട്ടോ. സ്നോയി എവിടെ? അവിടെ ഉണ്ടോ ആ റൂമിൽ? സ്നോപ്പൂ, അമ്മയുടെ സ്നോപ്പൂ എവിടെ? സ്നോപ്പൂ എവിടെ? ഇതായിരിക്കണു സ്നോയിക്കുട്ടാ. ഡാ ഇങ്ങോട്ട് നോക്ക്. ഡാ മോനോ, മൈൻഡില്ല. മോനോ, ഡാ നിനക്ക് ഞാൻ പാപ്പം തന്നതല്ലേ, നിനക്ക് മൈൻഡ് ചെയ്തൂടെ എന്നെ? ഡാ പാപ്പ വേണോ? കണ്ട ഇത്ര സെൽഫിഷായ ഒരു പൂച്ച. പാപ്പ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നോക്കൂട്ടാ. പാപ്പ വേണോ കണ്ട. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയണതൊന്നും അവൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. പാപ്പ എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല ശ്രദ്ധയോടെ കേൾക്കും. ഇവൻ എന്താവോ ഈ ഫാൻ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കണം. ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അവനെ ഫാനൊക്കെ ഇട്ട് കൊടുത്തു. അവൻ ഈ ഒരു ചെയറിൻ്റെ സൈഡിൽ
തണുപ്പ് കിട്ടാനായിട്ട് ഇവിടെ വന്നിരിക്കും. ഓക്കെ, പുറത്തത്തെ വെയിൽ ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് കൂടെ നിങ്ങൾക്ക് ഇവൻ്റെ ഒരു കാര്യങ്ങളും രീതികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഇവൻ ഈ ഒരു സമയത്ത് ഒരു 2-2:30 ആകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ തണുപ്പ് ഏരിയ നോക്കിയിട്ട് ഈ ഇങ്ങനെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ചെയറിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കും കേട്ടോ. മോർണിംഗ് ടൈമിൽ അവന് മസ്റ്റാണ് അവിടെ ബേർഡ് വാച്ചിങ്ങിനും പുറത്ത് ഇരിക്കണം. അവന് എങ്ങനെയാണ് അറിയണേ? എല്ലാവർക്കും അറിയാം അല്ലേ, ചൂട് വന്നാൽ ഉള്ളിലേക്ക് വരണം, തണുപ്പ് വന്നാൽ പുറത്തേക്ക് വരണം. പക്ഷെ ഭാഷ മാത്രം പറയാൻ അവനെ നമ്മളോട് കോൺവെർസേഷൻ ചെയ്യാൻ മാത്രം പറ്റണില്ല. എന്നാലും പാപ്പ പപ്പ പപ്പ കണ്ട ഈ ഒരു കോൺവെർസേഷൻ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. പാപ്പ 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 വേണു കണ്ട, ഇത് നന്നായി ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെൻഡിങ് വർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡ്രസ്സുകളൊക്കെ ഒതുക്കി വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ വെളിച്ചാമ്പലത്തെ ഹെയർ ഓയിലിംഗ് കഴിഞ്ഞു, ഹെയർ ഓയിലിംഗ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു, ജിം വീഡിയോസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വിശന്നിട്ട് വേഗം പോയി പോഹ കഴിച്ചു. രാജ്മ കുക്കറിലിട്ടിട്ട് 2 വിസിലടിപ്പിച്ചു. അപ്പോൾ ഇത് പെൻഡിങ് ഉണ്ട്. ഇനി ഇതുകൂടി ഒന്ന് ചെയ്ത് തീർക്കണം വൈകുന്നേരം ആകുമ്പോഴേക്കും. അല്ലെങ്കിൽ ഇതിവിടെ നാളെ വെളിച്ചമാകുമ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ഇതാവും ആദ്യം കാണാൻ പോണത്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഈ ക്ലട്ടർ ഒന്ന് ക്ലിയർ ആക്കണം. ഇനി നോക്കട്ടെ സ്നോയി ഭക്ഷണം കഴിച്ചുവോന്ന്. ഭക്ഷണത്തിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എൻ്റെ മോൻ സ്നോയിക്കുട്ടൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. പാപ്പം ഉച്ചയ്ക്ക് അധികം കഴിച്ചിട്ടില്ല. പാപ്പം വെളിച്ചാവുമ്പോൾ അവൻ കഴിച്ചിട്ടുണ്ട്, ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 11:30 വീണ്ടും ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഈ ഒന്ന് ശബ്ദം കുറയ്ക്കുക, 1 മിനിറ്റിന് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഞാൻ 11:30 അവൻ്റെ പ്ലേറ്റ് റീഫിൽ ചെയ്തതാണ്. മോർണിംഗിൽ അവൻ എനിക്ക് ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മണിക്ക് അവൻ ബാൽക്കണിയിൽ കുത്തിരിക്കും. അവന് മോർണിംഗിൽ ഗ്രേവിയാണ് കൊടുക്കാറ് കേട്ടോ. കാറ്റ്സിന് കൊടുക്കണ ഗ്രേവിയാണ് കൊടുക്കാറ്. അത് അവൻ ഒരു 6 മണിക്ക് കഴിക്കും. പിന്നെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാൽക്കണി ഫുൾ അവിടെ ഇരിക്കും. ഒരു 9:30 ആകുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴേക്കും അവൻ ടോയ്ലറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവന് ഈ ഒരു ഡ്രൈ ഫുഡ് കൊടുക്കും. ഈ ഡ്രൈ ഫുഡ് നമ്മുടെ ഏത് ബ്രാൻഡിൻ്റെയാ ഇഷിക? വിസ്കാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ നമ്മൾ അവന് പാപ്പം കൊടുക്കണത്. ഗ്രേവി അതെ, ഡ്രൈ ഫുഡ് ആയാലത്. ഈ വിസ്കാസ് പാപ്പം ഇതിങ്ങനെയാണ് കേട്ടോ. കുഞ്ഞ് മീനിൻ്റെ ഷേപ്പായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കുട്ടി മീനിൻ്റെ ഷേപ്പിലാണ് ഈ വിസ്കാസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതാണ് അവൻ്റെ ഉച്ചത്തെ ഒരു ഭക്ഷണം ആൻഡ് മോർണിംഗത്തെ ആഫ്റ്റർ 10 കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം. അപ്പോൾ മോർണിംഗിൻ്റെ അവൻ കഴിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിയായപ്പോൾ ഞാൻ വീണ്ടും റീഫിൽ ചെയ്തു. പക്ഷേ അതെനിക്ക് തോന്നുന്നത് അവന് അത്ര വിശപ്പില്ല, അത് കാരണം കഴിച്ചിട്ടില്ല. പക്ഷേ വെള്ളം ആൾ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചൂടനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അവൻ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചൂടായപ്പോൾ ഉച്ച സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്ലേറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കണു. ഫുഡിൻ്റെ പ്ലേറ്റ് അവനറിയാൻ ചൂടുകാലത്ത് ഫുഡല്ല, കൂടുതൽ വെള്ളമാണ് വേണ്ടത്. അത് കാരണം ഫുഡ് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 6 മണി കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഫുഡ് അവൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. സ്നോയിക്കുട്ടൻ വെള്ളം ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ അതേ ബോട്ടിലിൻ്റെ വെള്ളം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. മോർണിംഗിൽ ഞാൻ ഫില്ല് ചെയ്തതാണ്. ആ ഒരു ബോട്ടിൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങളും അതേ സമ്മർ ടൈമിൽ വെള്ളം ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കാണാം കേട്ടോ. ഈ ഒരു റീലാണ് ഞാൻ ഹെയർ ഓയിലിങ്ങിൻ്റെ മേളിൽ ഉണ്ടാക്കിയത്. അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ടി വിയിൽ ജസ്റ്റ് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടോന്നാണ് കേട്ടോ. സമയം 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. സമയം 9 മണി ആവാറായി. ഇനി ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓണാണ്. ഓക്കെ, ഇനി ബാൽക്കണി വ്യൂ കാണിച്ചു തരാം. കണ്ടോ, രാത്രിയിലത്തെ ബാൽക്കണി വ്യൂ എന്ത് ഭംഗിയാണ്. ഇതേപോലെ മോർണിംഗ് കൂടി ആയിരുന്നെങ്കിൽ. പക്ഷെ എന്താ ചെയ്യാൻ, ചൂടൊന്ന് കഴിഞ്ഞ് കിട്ടണം. അപ്പം ബാൽക്കണി വ്യൂ, രാത്രിയിലത്തെ എൻ്റെ ബാൽക്കണി വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. മൂണ് കാണാനില്ല, നോക്കട്ടെ ബാക്കിലത്തെ ബാൽക്കണിയിൽ മൂണുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. കാറ്റുണ്ട് കേട്ടോ, കണ്ടില്ലേ കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ മഴ ഒന്നും പെയ്യണില്ല. ഇനി ബാക്ക് സൈഡിലൊന്ന് നോക്കട്ടെ മൂണുണ്ടോയെന്ന്. ഇവിടെ ആകാശത്ത് മൂണൊന്നും
എനിക്ക് കാണാനില്ല. അത് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. മഴ അടുക്കാറായെന്ന് തോന്നുന്നുണ്ട്. ഇതെൻ്റെ ബാക്ക് സൈഡിലത്തെ ബാൽക്കണീന് കേട്ടോ. ആകാശം മൂൺ ലൈറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ വെള്ള മൂൺ ലൈറ്റാണ്, പക്ഷെ മൂണ് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു സൈഡിലാണ് മൂണ്. എൻ്റെ ഈ ഒരു ബാൽക്കണി വ്യൂ ഒന്നും കിട്ടണില്ല കേട്ടോ. എല്ലാവരും AC ഒക്കെ ഇട്ട് മൂളിപ്പിച്ച് വെച്ചൊക്കെയാണ് എല്ലാവരും. ഇതാണ് ഒരു നൈറ്റ് വ്യൂ. നിങ്ങൾക്ക് നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ. ഇതെൻ്റെ ബാക്ക് സൈഡാണ് വീടിൻ്റെ. മറ്റേ ഫ്രണ്ട് സൈഡ് മറ്റതും. ആകാശത്ത് മൂണ് ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷെ നല്ല മൂൺ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് പകലല്ല കേട്ടോ, രാത്രിയാണ് മൂൺ ലൈറ്റാണ്. ആകുമ്പോൾ കുറേ പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൂം ഫുള്ളി ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കൂടി ഒന്ന് കാണിച്ചു തരാം. ഹസ്ബൻഡ് അവിടെ TV കണ്ടുകൊണ്ടിരിക്കണു. ഓഫീസിൽ നിന്ന് വന്ന് റിലാക്സ് ചെയ്യണു. രാത്രിയിലേക്ക് പോഹ ബാക്കി കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ചോറ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജിൽ രാജ്മയും ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഈവനിങ് ഇവിടെ ഞാൻ നിർത്താൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, എല്ലാവരും ഡിന്നർ കഴിക്കണം. ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് റിലാക്സ് ചെയ്യണം. പിന്നെ മക്കളും ഇവിടെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ മോർണിംഗ് വിശേഷമായിട്ട് വരാം കേട്ടോ.